ഇവനാണ് സുഗുണൻ. കല്യാണം കഴിക്കുന്നത് ഒരു ആഗോള പ്രശ്നമല്ലെങ്കിലും അതിന്റെ പേരിൽ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പരിഹാസവും ഏറ്റുവാങ്ങി നാടും വീടും ഉപേക്ഷിച്ചു പോയ ഇവന്റെ കഥയാണ് നമ്മുടെ കഥ. ഇതാണ് തൈക്കാട്ടുശ്ശേരി ഗ്രാമം. കാലം എത്ര പുരോഗമിച്ചിട്ടും ഇവിടുത്തെ ആളുകൾക്ക് മാത്രം ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഈ വരുന്നവനാണ് ഗോപാലകൃഷ്ണൻ, സുഗുണന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഇദ്ദേഹം പാറപ്പുറത്ത് പരമേശ്വരൻ പിള്ള, ആളൊരു അഗ്രഗണ്യനാണ്. പക്ഷെ സുഗുണന്റെ കാര്യത്തിൽ പിള്ളേച്ചന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. സാവിത്രി, ആ എണ്ണയെ സോപ്പും എടുത്തോ. ഇതാണ് അവന്റെ അമ്മ. മകനൊരു പെണ്ണ് കെട്ടിക്കാണാൻ ഇവർ പോകാത്ത ക്ഷേത്രങ്ങളോ നേരാത്ത വഴിപാടുകളോ ഇല്ല. അച്ഛാ, സുഗുണൻ എണീച്ചില്ലേ? അതിന് ചന്തിയിൽ വെയിൽ വരാതെ അവൻ എഴുതേക്കോടാ. അവന്റെ ഒരു കാര്യം, ചുമ്മാ അല്ല അവന് പെണ്ണുകിട്ടത്. ഡാ സുഗുണ, എണീക്കടാ. എന്തുവാടേ രാവിലെ തന്നെ? എന്തുവാടേ ഇത്? അച്ഛന്റെ വള്ളി നിക്കറാ. ഡാ പൊല്ല, ഞാൻ ഇന്നലെ പറഞ്ഞാലടാ ഇന്ന് പെണ്ണ് കാണാൻ പോണോ. അയ്യോ അളിയ നിൽ. വരന് ആവശ്യമുണ്ട്. പുനർവിവാഹം. നായർ യുവതി 45 വയസ്സ്. കുട്ടികളില്ല. ഡാ വാ. ഡേ, ഒരു വിധവയുണ്ട്, നോക്കട്ടെ. നിന്റെ അച്ഛനെ കൊണ്ട് കെട്ടിക്കാടാ. രണ്ടുപേരും കൂടി കെട്ടിവരെങ്കിൽ രാവിലെ എങ്ങോട്ടാളാ? മണ്ണാർക്കാരെ പള്ളിയുടെ അടുത്ത് പെണ്ണ് കാണാൻ ചെല്ലാന്ന് പറഞ്ഞായിരുന്നു. എടാ, വേലയും കൂലിയൊന്നും ഇല്ലാത്ത ഇവനൊക്കെ ആര് പെണ്ണു കൊടുക്കാനാടാ? ഒരു ജോലിക്കും പോകൂല. ആ പറമ്പൊന്ന് കിളക്കാന്ന് പറഞ്ഞ അതിനോ ഒരു വയ്യ. 8ാം ക്ലാസ്സിൽ തോറ്റവന് അടിച്ചു വെച്ചേക്കല്ലേ കളക്ടർ ഉദ്യോഗം. നീ വന്ന് കേറ ഗോപാല. നിനക്ക് വേറെ പണിയൊന്നുമില്ലടോ. അളിയ, ഇത് നിന്റെ പെണ്ണുകളുടെ രജത ജൂബിലിയാ. ഇതെങ്കിലും നീ നശിപ്പിക്കില്ല. ഡാ സുഗുണ, ഞാൻ പെണ്ണു വീട്ടുകാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെങ്കിലും നടക്കൂലയാ? നടക്കളിയാ, ഇത് നമ്മ നടത്തും. ഗോപിയണ്ണ എങ്ങോട്ടാ? തേങ്ങടാൻ പോവാണോ? അല്ലടാ, നിനക്കൊരു പെണ്ണാടാൻ പോവാടാ. ഈ നാട്ടിലുള്ളവന്മാരെല്ലാം എന്താടാ ഗോപാല ഇങ്ങനെ? എന്താടാ ചാരയിക്കാണോ? ഞാൻ നേരെയല്ലാണോ വന്നേ? നിങ്ങളല്ലേ ഓൺ അടിക്കാൻ വന്നേ? ഓഹോ, അങ്ങനാണല്ലേ. നീ ഞങ്ങളെ കൊണ്ട് ഓൺ അടിപ്പിക്കാറ. ഗോപാല, സൈക്കിളിന്റെ കാറ്റൂരി കയറാ. ഡാ പോട്ടറാ, നമ്മുടെ സമയം പോണു. എന്താ ചെറിയുന്നേ? നീ എന്റെ അടുത്ത് ചെറിയുന്ന സമയം പോണു. വെറുതെ എന്റെ വണ്ടിയുടെ കാറ്റൂരിട്ട് എന്നൊക്കെ എന്തെങ്കിലും എന്റെ കയ്യിൽ പട്ടികളാ. പുല്ല്. എന്തുവാടേ ഇത്? ശരിയാവൂടെ? എടാ, പെണ്ണ് കാണാൻ വരുമ്പോഴെങ്കിലും നല്ല ചെരുപ്പിട്ടൂടെ? ശരിയാവൂടെ, നിക്ക്. നീ അടങ്ങ്. പള്ളിയുടെ അമ്മയ്ക്കല്ലേട നീ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി വാ. വാ വാ, ഇരിക്കൂ. ഞാൻ ഗോപാലകൃഷ്ണൻ, ഇതാണ് പയ്യൻ. ചേട്ടാ, കണ്ടിട്ട് മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഇനി നീയായിട്ട് കുഴപ്പിക്കാതിരുന്നാ മതി. പാലില്ല, കട്ടൻ ചായ മതിയോ? അവൻ പാല് മേടിക്കാൻ പറ്റുന്നവരെ വന്നില്ലേ? ഇല്ല. ഇനി എന്തെങ്കിലും ഇട്. മോന്റെ പേര് പറഞ്ഞില്ല? എന്റെ പേര് സുഗുണം ബീബി. പാറപ്പുറത്തെ പരമേശ്വര പിള്ളയുടെ മോനാ, എല്ലാവർക്കും അറിയാം. ഇനി സമയം വേണ്ട, മോളെ വിളിക്കാം. മോളെ, ഇവിടെ തെങ്ങൊക്കെ എത്ര മൂടുണ്ടച്ചാ? ഇവിടെ ഒരു 5-6 മൂട് തെങ്ങുണ്ട്. ഞങ്ങളുടെ പറമ്പിൽ മൊത്തവും തെങ്ങ. നീ എന്താ ഇവിടെ തേങ്ങയുടെ വന്നാണോ?
അല്ല ഇതെടുത്ത് കഴിക്കുന്നില്ലേ? എവിടെ നല്ല പരിചയമുള്ള വണ്ടിയല്ലേ. ആ ഇതാണ് എൻ്റെ മോൻ അപ്പു. കേക്കാ വെക്കടാ. എന്റെ വണ്ടിയുടെ കാറ്റൂരിട്ട് എന്റെ വീട്ടിലെ കേൾക്കുന്നു. അപ്പു എന്തായി കാണിക്കണേ? ഇവിടെ കെട്ടിക്ക് അച്ഛനും ഉമാരെ കിട്ടിയോളോ. എന്താടാ കാര്യം? അച്ഛൻ ആദ്യം ഉമാരോട് ഇറങ്ങി പോകാൻ പറ. നീ കാര്യം എന്താന്ന് പറ. നിക്കോടാ നിക്കോടാ. അപ്പു, എന്താണ് ഇത്? വേണ്ട വേണ്ടെന്ന് നിന്നോട് 1000 തവണ പറഞ്ഞ അവനെ അഴിച്ചു വിട്ടാൽ പറ്റൂ. എന്നിട്ടിപ്പോ എന്തായി? അളിയന അവന്റെ പയ്യനായിരുന്നു. പുല്ല് പെട്രോളും തീർന്ന്. ഇനി എന്തോന്നിനാടാ ചരിക്കുന്നേ? ചുമ്മാ സമയം കളയാനായിട്ട്, വെറുതെ മനുഷ്യനെ ചിരിക്കാനായിട്ട്. എന്നാ പിന്നെ നീ അങ്ങ് ഉണ്ടാക്ക്. പെണ്ണട പോലെ നിന്റെ അച്ഛനെ കെട്ടിക്കാൻ പോകണം. നിനക്കൊന്നും ഒരിക്കലും പെണ്ണിട്ടില്ലടാ പട്ടി. എന്തുവാടാ ഇത്? കിണിക്കല്ലേ നീ? എനിക്ക് മതിയാളെ പെണ്ണ് കാണൽ പരിപാടി. പിള്ളേര് വരെ കളിയാക്കി തുടങ്ങി. നീ ഇങ്ങനെ വിഷമിക്കേണ്ട അളിയാ, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. എനിക്കറിയാവുന്ന ഒരു ബ്രോക്കറുണ്ട്. ആള് പുലിയാ, പക്ഷെ കുറച്ച് തൊട്ടറക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. ആള് വന്ന പണി നടക്കും. ആരാളിയത്? ശങ്കുവണ്ണൻ. അണ്ണ ഇതാ ഞാൻ പറഞ്ഞ ആള്. 35 വയസ്സായി. ഇനി ഈ ജില്ലയിൽ ഇവൻ പോയി പെണ്ണ് കാണാത്തതോ ചായ കുടിക്കാത്തതോ ഒരൊറ്റ വീട് പോലും ബാക്കിയില്ല അണ്ണ. അണ്ണ നയനായരനെ EMSനെ പോലും അറിയാത്തവർ ഇവനെ അറിയോ അണ്ണ? ഒരു കമ്പി സാരി ചുറ്റി വെച്ചാ പോലും കെട്ടുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യാനാ? ഇവനെ കാണാൻ മൊത്തത്തിലൊരിതൊക്കെ ഉണ്ട്, പക്ഷേ ആകെ ഒരു വശപ്പശ കാണല്ലോടേ. എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കണ്ണ. കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അല്ല ഇവൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഇവ പഴയ പ്രീ ഡിഗ്രി അല്ലേ? ഓ അപ്പൊ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലേ. ഒരാളുണ്ട് അങ്ങ് പുഴവക്കത്താ. അച്ഛൻ പട്ടാളത്തിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡാ. ഒറ്റ മോള്, കാണാനും ഭംഗി. പെണ്ണൊരു ലാബിലാ. ലാബോ? അതെന്തോടാ? നീ എന്തിനാ അതൊക്കെ അറിയണേ? നിനക്ക് പെണ്ണ് കിട്ടിയ പോരെ. നിന്റെ കല്യാണമൊക്കെ ഞാൻ നടത്തിത്തരാം, പക്ഷെ അതിനു മുമ്പ് നീ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരാണിനെ മനസ്സിലാക്കാൻ 1 നിമിഷം മതി, പക്ഷെ ഒരു പെണ്ണിനെ അളക്കാൻ 1000 വർഷം പോലും മതിയാവില്ല. ആദ്യം പെണ്ണെന്താണെന്നറിയണം, പെണ്ണിൻ്റെ മനസ്സെന്താണെന്നറിയണം. പെണ്ണിൻ്റെ മനസ്സ് ശങ്കുവണ്ണനോളം അറിയാവുന്ന മറ്റൊരാൾ ഈ ഭൂമിയിലില്ല. ആ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവൻ മൊത്തത്തിലൊന്ന് മാറണം. അതിനെന്താ മാറ്റണ്ണ? ഈ കോലത്ത് എന്തായാലും എനിക്കൊരു പെണ്ണ് കിട്ടുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ട് കിട്ടും. ഈ ശങ്കുണ്ണാളൊരു സംഭവം അല്ലേ? നീ ഇനി അവിടെ ചെന്ന് മണ്ടത്തരന്ന് എഴുന്നള്ളിക്കാതിരുന്നു. ഓ ഇത് കൊള്ളാം, പക്ഷെ ഇനി നീ മാറ്റേണ്ടത് നിന്റെ ഈ ചിരിയും ഈ ലുക്കുവാ. ഓ ഞാൻ മാറ്റാണ്ട. ചിരി, ഇനി നോട്ടം. നോക്കി പേടിപ്പിക്കാനല്ല പറഞ്ഞ. എന്നാ വാ പോയേക്കാം. ഇതാര്? ശംഖു, നിങ്ങൾ വൈകിട്ട് എത്തുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഞങ്ങളിഞ്ഞ് പോകുന്നു. ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാ. ഏതായാലും ഇറങ്ങാഞ്ഞത് നന്നായി. ബാ ബാ ബാടാ ബാ. വേലായിരുന്ന ഇതാണ് പയ്യൻ. എന്താ മോന്റെ പേര്? എന്റെ പേര് സുഗുണം PP. പയ്യൻ എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാ. അത് നന്നായി. ഇന്നത്തെ കാലത്ത് കൃഷിയൊക്കെ നോക്കി നടത്തുന്ന യുവാക്കൾ അപൂർവമാണ്. വളരെ നല്ല കാര്യം. അല്ല മോൻ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? അച്ഛനും പട്ടാളത്തിലായിരുന്നു. മണ്ടത്തരം പറയല്ലേ, അത് ശിവാജി ഗണേശനാ.
എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. മോളെ അങ്ങോട്ട് കൊടുക്കും മോളെ. ബഹുമാനം കൊണ്ടാ. എന്നാ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ കേട്ടോ. കേട്ടോ ശങ്കു, അവളുടെ അമ്മ മരിച്ചാൽ പിന്നെ അവളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ഞാനായിരുന്നു. അതിൻ്റെതായ വാശിയും തൻ്റെ ഇടം അവൾക്കുണ്ട്. അല്ല, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അല്ല, അത് വേണം, അത് വേണം. നിന്റെ പേരെന്താ? ശ്രുതി. എന്റെ പേര് സുഗുണം പി. ഇയാൾ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞേ? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ലാബിൽ വർക്ക് ചെയ്യാ. ഞാനും പ്രീ ഡിഗ്രിയാ. ഏതായിരുന്നു ഗ്രൂപ്പ്? ബി പോസിറ്റീവ്. ലാബിലൊക്കെ എന്താ ജോലി? ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന വർക്ക്. രക്തമൊക്കെ പരിശോധിക്കുന്നു. ഓ, അല്ല, എന്താ ചെയ്യുന്നേ? കൃഷിയുണ്ട്, പറമ്പുണ്ട്, ഒറ്റ മോനാ ഞാൻ. മൊത്തം എനിക്കാ. ശങ്കുണം പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാക്കി തരാന്ന്. അതുകൊണ്ടാ ഞാൻ ഈ വേഷമെല്ലാം കിട്ടിട്ട് വന്നേ. അല്ല, നിങ്ങളൊക്കെ എന്താ ഈ പെൺകുട്ടികളെ കുറിച്ച് മനസ്സിലാക്കി? ഞങ്ങൾക്കേ ആണിന്റെ സമ്പത്തും സൗന്ദര്യമൊന്നും അല്ല വേണ്ടത്, മനസ്സാണ് ഞങ്ങളുടെ വിശ്വാസം, ഒരാണ് തരുന്ന സുരക്ഷിതത്വം. ഇതൊന്നും നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടുകാരുടെ സ്വത്തിന് കാവൽ നിൽക്കുന്ന ഒരാളെ അല്ല, സ്വന്തമായി തീരുമാനവും സ്വന്തം കാലിൽ നിൽക്കാനും കഴിവുള്ള ഒരാണിനെയാണ് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന്റെ പേരിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നത് ജീവിക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സോറി. ശങ്കുവണ്ണ, ഇവനോട് ഞാൻ പറഞ്ഞതാ പൊട്ടത്തരം വിളിച്ച് പറയരുതെന്ന്. ഏത് വീട്ടിൽ ചെന്നാലും പടി വരെ ഓക്കെയാ, അതിനു ശേഷം എന്താ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവണ. നിനക്കെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നു, ഇവൻ വെറും 8ാം ക്ലാസ്സും കുസ്തിയാന്ന്. ശിവാജി ഗണേശൻ്റെ ഫോട്ടോ കണ്ടിട്ട് അയാളുടെ അപ്പൂപ്പനാന്ന് പൊട്ടൻ. അണ്ണനറിയോ, ഇതുവരെയായിട്ടൊരു വീട്ടിൽ ചെന്നിട്ട് ഒരു കപ്പ് ചായ തയ്ച്ചു കുടിക്കാനായിട്ട് ഇവ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ഇത്രയും കാലത്ത് ബ്ലോഗർ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നേ? അവള് പോയി അവളുടെ കുഞ്ഞമ്മ അത്ര ഉള്ള ആളിയാ. കുഞ്ഞമ്മ നിന്റെ തന്തയെ കൊണ്ട് ഇടിച്ചാ മതിയടാ. അല്ലെങ്കിലും കണ്ടവന്മാരുടെ മലമൂത്രം പരിശോധിക്കുന്നുള്ള എനിക്ക് വേണ്ട. ഞാൻ തറവാട്ടി പെടുത്തവനാടാ. പാറപ്പോത്ത പരമേശ്വരൻ പിള്ളയാടാ എന്റെ തന്ത. എനിക്കൊരു കല്യാണവും വേണ്ട, ഒരു പെണ്ണും വേണ്ട. ഈ വീട്, വാഹനം, കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു നിയോഗം. ഇതെല്ലാം തന്നെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സമയത്ത് വന്നു ചേരും. അപ്പോഴത് സംഭവിച്ചില്ലെങ്കിൽ അത് തടസ്സമാണ്, മാംഗല്യ തടസ്സം. ഇത് മാറണമെങ്കിൽ ഒരേ ഒരു കാര്യം, നല്ലൊരു ജ്യോത്സ്യനെ കാണും. ഒരാളുണ്ട്, മഹേന്ദ്രൻ ജോസ്. മണികണ്ഠൻ ജ്യോത്സ്യൻ. തന്റെ ജാതകപ്രകാരം 28 വയസ്സിനുള്ളിൽ മംഗല്യം നടക്കേണ്ടതായിരുന്നു. പക്ഷേ മംഗല്യഭാഗ്യം തടസ്സങ്ങളാൽ നീങ്ങിപ്പോയതാണ്. തിരുമേനി, ഇതിനൊരു പരിഹാരമില്ലേ? ഉണ്ടല്ലോ. ഒരു ഗണപതി ഹോമവും ശത്രുസംഹാര പൂജയും ചെയ്താൽ മാറാവുന്ന തടസ്സങ്ങളേ ഉള്ളൂ. ഈ പൂജ നടന്നാൽ അടുത്ത മേടപ്പുലരിയിൽ നിന്റെ മംഗല്യം നടക്കും. ആ പിന്നെ, വീട്ടിൽ വേപ്പുമരം ഉണ്ടോ? ഉണ്ട് തിരുമേനി. വെട്ടണം. വേപ്പുമരം തലയ്ക്ക് മീതെ വളർന്നാൽ ആ കുടുംബത്തിലെ സന്തതിക്ക് മംഗല്യ തടസ്സം നേരിടേണ്ടി വരും.
എന്ത് തന്തയിലെമ്മത്തനോടെ കാണിക്കണ തെമ്മാടിത്തരം കാണിക്കുന്നോടാ. ഈ സാമാനക്കാരൻ എന്റെ കല്യാണം നടക്കാത്ത നിന്നോടാരാടാ ഈ തെണ്ടിത്തരം പറഞ്ഞത്? അപ്പൊ ജോത്സ്യ പറഞ്ഞോ വേപ്പുമാരൻ തലയ്ക്ക് വീതവളെന്നാ കല്യാണം നടക്കത്തില്ലെന്ന്. ഏത് ജോലിസിനാടാ നിന്നോട് ഈ വിവരക്കേട് പറഞ്ഞത്? പെണ്ണ് കെട്ടില്ലെന്ന് പറഞ്ഞ് വേപ്പോരത്തിന് നെഞ്ചത്തോട്ട് കയറാതെ ഇവലെ ഹിമാലയത്തിൽ പോയി തണ്ടിത്തിക്കടാ. അച്ഛൻ ഞാനാണോ വലുത് വേപ്പാണോ വലുത്? നിന്നേക്കാളും ഗുണം എനിക്ക് ഈ വേപ്പ് കൊണ്ടാണ്ടാ. ഇനി ഈ വേപ്പിലെങ്ങാണ് നീ തൊട്ടാ നിന്റെ കയ്യാൻ പറ്റും. കേറപ്പെടാൻ തൊട്ട്. അവന് വേപ്പുമരം മുറിക്കാൻ കഴിഞ്ഞില്ല. ജോൽസിന് കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോ അച്ഛന്റെ തെക്കേ പറമ്പിന്റെ പ്രമാണം പണയപ്പെടുത്തേണ്ടി വന്നു. ജോൽസ്യൻ പറഞ്ഞ പ്രകാരം മേടവും കഴിഞ്ഞു, ഇടവവും കഴിഞ്ഞു. അവന്റെ കല്യാണം മാത്രം നടന്നില്ല. പിന്നീടാണ് അറിഞ്ഞത് ജോൽസ്യൻ ശംഖുവണ്ണന്റെ ബന്ധുവാണെന്നും അതൊരു ചതിയായിരുന്നുവെന്നും. അങ്ങനെ പ്രമാണം എടുത്തു കൊടുക്കാൻ കഴിയാതെ അവന് വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഡാ സുഗുണ, എന്തിരിപ്പാടത്? ഞാനിന്നലെ നിന്റെ അമ്മയെ കണ്ടിരുന്നു. അമ്മ വലിയ വിഷമത്തിലാ. നിന്നെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പ്രമാണമില്ലാതെ എങ്ങനെ ആളെയാ വീട്ടിൽ കയറി ചെല്ലുന്നേ? അതിന് ഇത്രയും പൈസ പെട്ടെന്ന് നീ എവിടുന്ന് ഉണ്ടാക്കാനാ? എവിടുന്നായാലും ഉണ്ടാക്കിയല്ലേ പറ്റൂ. ഇന്നലെ മുക്കിലോട്ട് പോയപ്പോൾ ദിവാകരൻ എന്നാ പറഞ്ഞേ കോഴിക്കോട് അയാളെ മോൻ്റെ കൂടെ പെയിൻറ് പണിക്ക് ആളെ ആവശ്യമുണ്ടെന്ന്. ഞാൻ കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിന്നാലെന്ന് ആലോചിക്കാം. പെണ്ണ് കണ്ട് കണ്ട് കാശും പോയി മാനവും പോയി. നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞിരിക്കാൻ ഞാൻ ഒരു കോമാളിയായി. അവള് പറഞ്ഞതാ ശരി. സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാത്തവൻ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാ. എടാ, ഇതുവരെ ഏത് പെണ്ണിനെ കണ്ടാലും അവളുടെ കൂടെ ജീവിക്കണമെന്നായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ അവളെ അല്ലേ ഞാൻ കെട്ടേണ്ടത്. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇനിയൊരു വിഡ്ഢിവേഷം കെട്ടാൻ ഞാനില്ല. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു നിമിത്തമാണ്. പക്ഷെ ഈ ലോകത്ത് എവിടെ പോയാലും നിന്നെ മാത്രം ഞാൻ മറക്കില്ല. കോഴിക്കോട് ഒരു ജോലി ശരിയായിട്ടുണ്ട് പോവണ. ഞാൻ അങ്ങോട്ട് പോവാ. എന്തായി നിന്റെ കല്യാണക്കാരിയൊക്കെ? ഈ ലോകത്ത് ജീവിക്കാൻ കൂടെ ഒരു പെണ്ണ് വേണം നിർബന്ധമൊന്നുമില്ല പോവണ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഈ ബ്രോക്കറും ജോൽസിനും എല്ലാം തോറ്റെടുത്ത് എല്ലാവരും ചെല്ലുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ശിവനും പാർവതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. കൊല്ലത്തിൽ 12 ദിവസം അവിടുത്തെ നട തുറക്കും. അവിടെ പോയാൽ ഉറപ്പായിട്ടും നിന്റെ കല്യാണം നടക്കും. ഒന്നുപോയി തൊഴുതൂടെ നിനക്ക്? അത് ശരിയാവില്ല പോവണ. ഏതാ ഭവന ക്ഷേത്രം? പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വധുവിനെ തേടിയുള്ള അവന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.